മാർച്ച് 17 നമ്മുടെ ബേസിക് സയൻസിൻ്റെ എക്സാമാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ ഫിസിക്സിലെ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ബയോളജിൻ്റെയും കെമിസ്ട്രിൻ്റെയും കൂടെ ഫിസിക്സിൽ മാത്രം നമുക്കൊരു 6 ചാപ്റ്റർ ഉണ്ട്. കുറേ ആൾക്കാർ പഠിച്ച് കഴിഞ്ഞവരുണ്ടാവും, കുറച്ച് ആൾക്കാർ പഠിച്ച് പകുതിയായവരുണ്ടാവും, കുറച്ച് ആൾക്കാർ പഠിച്ച് ഇങ്ങനെ ഒരു ഓണം ക്രിസ്മസ് എക്സാമിനൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ബാക്കിയൊന്നും നോക്കിയിട്ടില്ല എന്നുള്ളവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ഉള്ളവരായിക്കോട്ടെ, നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം, എവിടേക്ക് ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടന്റ് ഒന്ന് അറിഞ്ഞു വെച്ചാലേ എന്ത് ചെയ്യും, വളരെ നല്ലതായിരിക്കും. നമുക്ക് പഠിച്ചവരാണെന്നെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാനും, പഠിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ മുന്നേ എന്തുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് വേഗം കുറച്ചും കൂടി എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു 6 ചാപ്റ്ററിൽ, ഫിസിക്സിൻ്റെ 6 ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു സമ്മറിയാണ് ഇത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇതൊരു റിവിഷൻ ആക്കിയിട്ട് നോക്കി വെക്കാം. അല്ലാതെ പഠിക്കാൻ പോകുന്നവരാണെന്നെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി പോവാം. ഓക്കെ, സോ ചാപ്റ്റർ 1 മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. നമുക്കറിയാം യൂണിറ്റുകളും അളവുകളും. ഓക്കെ, യൂണിറ്റുകളും അളവുകളും എന്തൊക്കെയാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷന് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറയും. ഓക്കെ, പിന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇവിടെ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളെ എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ നമുക്കറിയാം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ സിമ്പിൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഓക്കെ, ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറയുന്നുണ്ട്. എന്താണ്? വോളിയം, ഏരിയ, ഡെൻസിറ്റി വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. അത് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് കിലോഗ്രാം ആണ്, വോളിയം മീറ്റർ ക്യൂബ് ആണ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മാഗ്നിറ്റ്യൂഡ്, പിന്നെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, അതിൻ്റെ കുറച്ച് മാഗ്നിറ്റ്യൂഡ് ആളുകൾ. ഓക്കെ, പിന്നെ ലെങ്ത്തിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്റർസ്റ്റെല്ലാർ ഡിസ്റ്റൻസസ് നമ്മൾ പറയുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആണ് നമ്മൾ പറയാം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് നമ്മൾ പറയാം. പിന്നെയോ ചെറിയ യൂണിറ്റ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളെ തിക്നെസ് ഓഫ് പ്ലാസ്റ്റിക്, എന്താണ് പ്ലാസ്റ്റിക് കവറൊക്കെ പറയുമ്പോൾ നമ്മൾ മൈക്രോമീറ്റേഴ്സിലാണ് പറയുക, അല്ലെങ്കിൽ മൈക്രോൺസിലാണ് പറയുക. ഓക്കെ, അത് 10⁻⁻⁶ മീറ്റർ ആണെന്നെല്ലാം നമുക്കറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം, ഓർത്ത് വെച്ചിട്ട് പോകണം. ഇനിയോ പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. സ്കെയില് എന്താണ്? ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ലീസ്റ്റ് കൗണ്ട് ചോദിക്കും. ഒരു എന്താണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനോട് മെഷർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ യൂണിറ്റിനാണ്, ചെറിയ മെഷർമെന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, മെഷർമെന്റ് ദാറ്റ് ക്യാൻ ബി ഡൺ, the least measurement or the smallest measurement that can be done using a measuring instrument is called ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് എന്താണ്? മീറ്റർ സ്കെയിലിൽ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നൊക്കെ ചോദിക്കും. ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ ചെയ്താൽ മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണെന്നെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇനി റൂൾസ് ഓഫ് റൈറ്റിംഗ് യൂണിറ്റ്സ് നമുക്കറിയാം. കുറച്ച് റൂൾസ് ആൾ പറയുന്നുണ്ട് അല്ലേ. സയൻറ്റിസ്റ്റിൻ്റെ പേരാണെങ്കിൽ ക്യാപിറ്റൽ K ആണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു സ്പേസ് വേണം. നമ്മൾ നമ്പർ എഴുതി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം. 12 സ്പേസ് കഴിഞ്ഞിട്ട് വേണം മീറ്റർ എന്ന് എഴുതാൻ. പിന്നെ പ്ലൂരൽസ് പാടില്ല. 12 മീറ്റേഴ്സ് എഴുതാൻ പാടില്ല, 12 മീറ്റർ എന്ന് എഴുതാൻ പാടുള്ളൂ. അങ്ങനത്തെ കുറച്ച് റൂൾസ് ആണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. നിങ്ങൾ ഓണത്തിന് ക്രിസ്മസിനൊക്കെ പഠിച്ചൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോകാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ മോഷൻ ആൻഡ് ഫോഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അതിലെന്താ പറയുന്നത്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് റെഫറൻസ് ഒബ്ജക്റ്റാണ്. ഓക്കെ, എപ്പോഴാണ് ഒരാൾ മോഷനിലാണ് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ ഈ റൂമിലുള്ള ഒബ്ജക്ട്സ് എല്ലാം റെസ്റ്റിലാണ് അല്ലേ. ഇവിടെ ഒരു കസേര ഉണ്ടെങ്കിൽ അത് റെസ്റ്റിലാണ്. പക്ഷേ ഭൂമിയുടെ പുറത്തുനിന്ന് ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എന്താണ് സ്പേസ് ഫ്ലൈറ്റിലുള്ള ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ കസേര എന്തല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കസേര റെസ്റ്റിലല്ല, അത് മൂവിങ് ആണ്. അപ്പോൾ റെഫറൻസ് ഒബ്ജക്റ്റ് ഒരു കുതിരേൻ്റെ ഒരു എന്താണ് ഹോഴ്സ് റൈഡറും വെച്ചിട്ടൊരു ചിത്രം അല്ലാണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോഴ്സ് റൈഡറെ എന്താണ് റെസ്റ്റിലാണ്. പക്ഷെ പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഹോഴ്സ് റൈഡറും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് റെസ്റ്റ് നമ്മൾ റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെയാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അല്ലേ. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം. ഓക്കെ, അത് വെച്ചിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് അവിടെ അത്രേ നമ്മളെ സ്പീഡിലും ഡിസ്റ്റൻസിലും പഠിക്കുന്നുള്ളൂ. ഓക്കെ, കൂടുതൽ കാര്യങ്ങളോട് പോകുന്നില്ല. പിന്നെ നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സിലോട്ടാണ് വരുന്നത്. ഫോഴ്സ്, ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, സോറി, ഇതിൽ നമ്മൾ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡും കൂടി ഉണ്ട്. അതും കൂടി നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. എന്താണ് യൂണിഫോം സ്പീഡ്? ഓരോ ടൈം ഇൻ്റർവെല്ലും ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് യൂണിഫോം സ്പീഡ് എന്ന് പറയും. ഓക്കെ, നോൺ യൂണിഫോം സ്പീഡ് എന്നാണ്. ഫ്രിക്ഷൻ എന്താണ് നമുക്കറിയുന്നതാണ് അല്ലേ. ഫ്രിക്ഷന്, ഫോഴ്സ്, കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫോഴ്സ് ദാറ്റ് ബ്രിങ്സ് മൂവിങ് ഒബ്ജക്ട്സ് ടു റെസ്റ്റ് ആണ് നമ്മളെ ഫ്രിക്ഷൻ എന്ന് പറയുക. മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ, ഒരു
ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ലൂബ്രിക്കൻസ്, സ്ട്രീം ലൈനിങ്, ബോൾ ബിയറിംഗ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ആ വേർഡ്സ് എല്ലാം പഠിച്ചിട്ട് പോകണം. ലൂബ്രിക്കൻസ് മലയാളത്തിലാണെങ്കിൽ സ്നേഹങ്ങളെ, സ്ട്രീം ലൈനിങ്, ബോൾ ബിയറിംഗ്സ് ഒക്കെ നമ്മൾ കാറിലൊക്കെ. ലൂബ്രിക്കൻസിൽ തന്നെ സോളിഡ് ഖരാവസ്ഥയിലുള്ള ലൂബ്രിക്കൻ്റ് ഏതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, ഗ്രാഫൈറ്റ് സോളിഡ് ലൂബ്രിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയുള്ള ആ ചാപ്റ്റർ വളരെ ഈസിയാണ് ആ ചാപ്റ്ററും. ഓക്കെ, അടുത്ത ചാപ്റ്റർ പ്രഷറിൻ്റെ ഒരു സെപ്പറേറ്റ് 1 ഷോർട്ട് വീഡിയോ, ഒരു 10 മിനിറ്റിൽ പ്രഷർ കംപ്ലീറ്റ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പെട്ടെന്ന് പഠിച്ചു തീർക്കാം. ഓക്കെ, കുറച്ച് കോൺസെപ്റ്റുള്ള കുറച്ച് നല്ല ചാപ്റ്ററാണ്. എന്താണ് ത്രസ്റ്റ്, എന്താണ് പ്രഷർ. ഓക്കെ, പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ത്രസ്റ്റ് ബൈ ഏരിയ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, എന്താ യൂണിറ്റ്? പാസ്കൽ ആണ് SI യൂണിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും പറയാം. ഓക്കെ, ഇതാണ് SI യൂണിറ്റ്. ഓക്കെ, ദിസ് ഈസ് ദ SI യൂണിറ്റ്, പാസ്കൽ. ഓക്കെ, പിന്നെ പാസ്കൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ P എന്ന് എഴുതണം, കാരണം ബ്ലേസ് പാസ്കൽ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിന്റെ പേരിലാണ് നമ്മൾ ഇതെടുത്തുള്ളത്. റൂൾസ് ഓഫ് റൈറ്റിംഗ് യൂണിറ്റ്സ്. പിന്നെ ഏരിയ ആൻഡ് പ്രഷർ. ഓക്കെ, ഏരിയ കൂടിയാൽ പ്രഷർ കുറയും. ഓക്കെ, സെയിം വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഡിഫറെൻറ്റ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരുന്നുണ്ടെങ്കിൽ ഏരിയ കുറഞ്ഞ സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവാന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ലിക്വിഡ് പ്രഷർ, ഗ്യാസ് പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡെൻസിറ്റിയും ഡെപ്ത് ഓഫ് ദി ലിക്വിഡും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഗ്യാസ് പ്രഷർ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിയാൽ ഗ്യാസ് പ്രഷർ കൂടും, ടെമ്പറേച്ചർ കൂടിയാൽ ഗ്യാസ് പ്രഷർ കൂടും, പിന്നെ വോളിയം കൂടിയാൽ ഗ്യാസ് പ്രഷർ കുറയും. അപ്പോൾ ആ ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സും കൂടി നമ്മൾ പഠിച്ചു വെച്ചിട്ട് പോകണം. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? ഓക്കെ, അതിനുള്ള കുറച്ച് നമ്മളെ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. അപ്പോൾ നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ കൊണ്ടുപോകും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരു പ്രാക്ടിക്കൽ സെൻസിലുള്ള കാര്യങ്ങളാണ് അറ്റ്മോസ്ഫിയർ പ്രഷറിൽ പറയുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ബാരോമീറ്റർ ആണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്, മെർക്കുറി ബാരോമീറ്റർ. ഓക്കെ, ഇനിയോ ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യുന്നത് മാനോമീറ്റർ ആണ്. ആ കാര്യങ്ങളൂടെ ഒന്ന് പഠിച്ചിട്ട് പോകണം. ഓക്കെ, കൂടാതെ ലിക്വിഡ് പ്രഷറിനെയും ഗ്യാസ് പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരു ചാപ്റ്റർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരു ഇക്വേഷൻ പോലും പഠിക്കാനില്ല. ഓക്കെ, ഇലക്ട്രിക് ചാർജ് എന്താണ്, ആദ്യം കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ, നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ, അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അത് ചാർജ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലേ? ഇലക്ട്രോണ് ഔട്ടർ ഷെല്ലിലാണ് ഉണ്ടാവുക, പ്രോട്ടോൺ ആണ് ന്യൂക്ലിയസിൽ ഉണ്ടാവുക. സോ ഔട്ടർ ഷെല്ലുള്ള ആൾക്കാരാണ് ഈ ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇലക്ട്രോൺ ലൂസ് ചെയ്താൽ പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, ചാർജ് ഇൻട്രാക്ഷൻ. പിന്നെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത്, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതിന് എന്താണ് ഈ ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, കാര്യങ്ങൾ. പിന്നെ എർത്തിങ്, നമുക്കറിയാം എർത്ത് ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. എത്ര ഇലക്ട്രോൺ വേണമെങ്കിലും സ്വീകരിക്കാം, എത്ര ഇലക്ട്രോൺ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ പോസിറ്റീവ് സ്ഫിയർ ഉള്ള ഒരാളെ നമ്മൾ എർത്ത് ചെയ്താൽ അതിലോട്ട് പോസിറ്റീവ് സ്ഫിയറിലോട്ട് ഇലക്ട്രോൺ കയറും. നെഗറ്റീവ് ചാർജിലുള്ള ഒരാളെ എർത്ത് ചെയ്താൽ ഈ ഇലക്ട്രോണ് താഴോട്ട് എർത്തിലോട്ട് ഇറങ്ങും. ഓക്കെ, ഇനി നാച്ചുറൽ ഫിനോമിന, നമ്മളെ ലൈറ്റ്നിങ്ങിൻ്റെ കാര്യങ്ങൾ. എങ്ങനെയാണ് ലൈറ്റ്നിങ് ഉണ്ടാവുന്നത്? ഓക്കെ, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, എങ്ങനെയാണ് ലൈറ്റ്നിങ്ങിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്? ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ്, ലൈറ്റ്നിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് ഒക്കെ. ഡിവൈസസ്, കപ്പാസിറ്റേഴ്സും ഇലക്ട്രോസ്കോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഇലക്ട്രോസ്കോപ്പും കപ്പാസിറ്റേഴ്സും പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. കപ്പാസിറ്റേഴ്സ് ചാർജ് സ്റ്റോർ ചെയ്യാനാണ്, ഇലക്ട്രോസ്കോപ്പ് ചാർജ് ഡിറ്റക്ട് ചെയ്യാനാണ്. അതിൻ്റെ പിക്ചേഴ്സ്, കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റിൻ്റെ പിക്ചർ, ഇലക്ട്രോസ്കോപ്പിൻ്റെ പിക്ചർ. ഓക്കെ, അതിൻ്റെ വർക്കിങ്ങും പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പഠിക്കുന്ന ചാപ്റ്റർ. ഓക്കെ, ടൈപ്സ് ഓഫ് മാഗ്നറ്റ്, നാച്ചുറൽ മാഗ്നറ്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ ബാർ മാഗ്നറ്റ് ഒക്കെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. നാച്ചുറൽ മാഗ്നറ്റ്സ് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഓൾറെഡി ഉള്ള ചില മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, ഇനിയോ ജനറൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ജനറൽ പ്രോപ്പർട്ടീസ് എന്താണ്? ഒരു മാഗ്നറ്റ് അതിന് മോണോപോൾസ് ഇല്ല, അതായത് സൗത്ത് നോർത്ത് ഉണ്ട്, നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ്, പുറത്തുനിന്ന് ഫീൽഡ് ലൈൻസ് പോവുക, ഉള്ളിലാണെങ്കിൽ സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ്. ആ കാര്യങ്ങളൊക്കെ മാഗ്നറ്റിക് ഫീൽഡ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, വളരെ ഈസിയാണ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ, നമ്മൾ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് അതിലൊരു നെയിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ മാഗ്നറ്റ് ആക്കുന്നത്, ആ ആണിനെ നമ്മൾ മാഗ്നറ്റ് ആക്കുന്നത് പഠിച്ച് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഫ്റ്റ് അയൺ വേഴ്സസ് സ്റ്റീൽ. നമ്മളെ പെർമിയബിലിറ്റി, നമ്മളെ സസെപ്റ്റിബിലിറ്റി, റീറ്റൻറ്റിവിറ്റി, ഈ കാര്യങ്ങൾ. സസെപ്റ്റിബിലിറ്റി, ആരാണ് പെട്ടെന്ന് മാഗ്നറ്റ് ആവുക, സസെപ്റ്റിബിൾ, കൂടുതൽ സസെപ്റ്റിബിൾ ആയ
അപ്പോൾ സോഫ്റ്റ് അയൺ ആണ് കൂടുതൽ സസെപ്റ്റിബിലിറ്റി ഉള്ളത്, ലോ റീറ്റൻറ്റിവിറ്റി ആണ്, അയാൾ കൂടുതൽ നേരം മാഗ്നറ്റ് ആയിട്ട് നിലനിൽക്കൂല അയാളെ മാഗ്നറ്റ് ആക്കിയാൽ. സോ ഹീസ് എ ഗുഡ് എന്താണ് ടെമ്പററി മാഗ്നറ്റ് സോഫ്റ്റ് അയൺ. സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഈസ് എ ഗുഡ് പെർമനൻറ്റ് മാഗ്നറ്റ്, കാരണം അതിന് സസെപ്റ്റിബിലിറ്റി ലോ ആണ്, റീറ്റൻറ്റിവിറ്റി പക്ഷേ ഹൈ ആണ്. ഓക്കെ, സോ ആ കാര്യങ്ങൾ സസെപ്റ്റിബിലിറ്റി, റീറ്റൻറ്റിവിറ്റി, പെർമിയബിലിറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ, ഡീറ്റെയിൽഡ് ആണ് പക്ഷേ ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അഗെയിൻ നിങ്ങൾ ഈ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇലക്ട്രോ മാഗ്നറ്റ്സ് നമ്മൾ പറഞ്ഞു, ടെമ്പററി മാഗ്നറ്റ്സ് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തിട്ട് കോയിൽ ചെയ്തിട്ട് നമ്മൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റ്സ് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. സോഫ്റ്റ് അയൺ ഒരു പെർഫെക്റ്റ് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റിയത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് മെഗ്ലൗ ട്രെയിൻസ്, ഡയറക്ഷൻ ഫൈൻഡിങ്, ഓക്കെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അറിയുന്നതാണ്. ഓക്കെ, ഇലക്ട്രിക് ക്രെയിൻസ്, ഓക്കെ ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ക്രെയിൻസ് ഒക്കെ എനിക്ക് എഴുതാം. ഓക്കെ, ഇലക്ട്രിക് ക്രെയിൻസ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്കവാറും ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ ഈ സാധനമുണ്ട്. ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രിക് ക്രെയിൻസ് ഒക്കെ ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി സ്പെറിക്കൽ മിറേഴ്സ് ലാസ്റ്റ് ചാപ്റ്റർ നമ്മളിത് എന്താണ് ചാപ്റ്റർ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഈസിയാണ് കാര്യങ്ങൾ, നിങ്ങളത് ടഫ് ആക്കേണ്ട ആവശ്യമില്ല. ടൈപ്സ് ഓഫ് മിറേഴ്സ്, കോൺകേവ് മിറേഴ്സ്, കോൺവെക്സ് മിറേഴ്സ്, ഓക്കെ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് റേ ഡയഗ്രാംസ്, അതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജ് ഫോർമേഷൻസ്. ഓക്കെ, ഇമേജ് ഫോർമേഷൻസ്, കോൺവെക്സ് മിററിൻ്റെ ഒറ്റ ടൈപ്പ് ഓഫ് ഇമേജ് ഫോർമേഷൻസ്. കോൺവെക്സ് മിറർ ഓൾവേസ് പ്രൊഡ്യൂസസ് വ്യൂച്വൽ, ഓക്കെ വ്യൂച്വൽ ഇമേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, മിഥ്യാപ്രതിബിംബമാണ് പ്രൊഡ്യൂസ് ചെയ്യുക, എപ്പോഴും ചെറുതായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആ കാര്യങ്ങൾക്ക് ഇറക്റ്റ് നിവർന്നതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. സോ കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ കോൺകേവ് മിററിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് കേസസ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഓക്കെ, പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. പിന്നെ മാഗ്നിഫിക്കേഷൻ, ഓക്കെ എത്ര ഇരട്ടിയായിട്ടാണ് നമ്മൾ ഇമേജ് കാണുന്നത്. അതായത് എൻ്റെ ഹൈറ്റ് ഒരു 160 സെൻറ്റിമീറ്ററും അല്ലെങ്കിൽ ഒരു എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ അത്രയും. ഓക്കെ, സോ ഈ ഒരു 10 സെൻറ്റിമീറ്റർ ഉള്ള പെൻസിൽ ഞാനൊരു കണ്ണാടിന് മുന്നിൽ കാണിച്ചിട്ട് അത് 20 സെൻറ്റിമീറ്ററിലാണ് ഞാൻ കണ്ണാടിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ്. സോ അവിടെ 2 ടൈംസ് ആണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, 10 സെൻറ്റിമീറ്ററിൽ 30 സെൻറ്റിമീറ്റർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ 3 ആണ്. ഓക്കെ, 3. അപ്പോൾ എത്ര ടൈംസ് ആണെന്നുള്ളതാണ് മാഗ്നിഫിക്കേഷൻ. ഇത് ചെറുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിലോ 10 സെൻറ്റിമീറ്ററുള്ള ഒബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം മാഗ്നിഫിക്കേഷൻ 0.5 ആണ്. ഓക്കെ, HI/HO എന്നുള്ള ഇക്വേഷൻ എല്ലാം നമുക്കറിയുന്നതാണ്, ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇതിൻ്റെ യൂസസ്, കോൺകേവ് മിററിൻ്റെ യൂസസ്, കോൺവെക്സ് മിററിൻ്റെ യൂസസ്. കോൺവെക്സ് മിററിൻ്റെ യൂസസ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ് റിയർ വ്യൂ മിറേഴ്സ്. ഓക്കെ, സോ കോൺകേവ് മിറേഴ്സ് നമ്മൾ വലുതാക്കി കാണാം, എവിടെയൊക്കെ മിറേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് പറയാം. ഷേവിംഗ് മിറേഴ്സ്, മേക്കപ്പ് മിറേഴ്സ്, ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന മിറേഴ്സ്, ഫ്ലാഷ് ലൈറ്റ്സ്, ഓക്കെ ഇവിടെ എല്ലാം നമ്മൾ കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോളാർ ഫർണസിലെല്ലാം നമ്മൾ കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഫിസിക്സ് വളരെ എളുപ്പമാണ്, നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ചില ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി അതോ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടിയുണ്ട്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ കുറച്ച് ചില ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് കംപ്ലീറ്റ് വീഡിയോസ് NMMSക്കും അല്ലാതൊക്കെ നമ്മൾ എടുത്ത വീഡിയോസ് ഈ വീഡിയോ എന്താണ് പ്ലേലിസ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ടത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസും ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ്. അല്ലാതെ ഏതെങ്കിലും ഗൈഡ് വാങ്ങി പഠിക്കുന്നതിന് പകരം നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചു, ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്താൽ യു ആർ ഡൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് എക്സാമിന് പോകാൻ റെഡിയായി, നിങ്ങൾ ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, സോ എല്ലാവരും ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി ഫിസിക്സിൽ ട്രൈ ചെയ്യാം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.